നമസ്കാരം. ചാനൽ 10 വാർത്തകളിലേക്ക് സ്വാഗതം. കോഴ്സുകൾക്ക് വ്യാജ സർട്ടിഫിക്കറ്റുകൾ നൽകിയെന്നാരോപിച്ച് വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും പ്രതിഷേധത്തെ തുടർന്ന് അടച്ചുപൂട്ടിയ അങ്ങാടിപ്പുറത്തെ സ്വകാര്യ പാരാമെഡിക്കൽ കോളേജ് മാനേജ്മെൻറ്റിനെതിരെ നടപടി ആവശ്യപ്പെട്ട് വിദ്യാർത്ഥികൾ പെരിന്തൽമണ്ണ പോലീസിൽ കൂട്ടപ്പരാതി നൽകി. ഡിവൈഎസ്പി ഓഫീസിലെത്തിയ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഡിവൈഎസ്പിയുടെ നിർദ്ദേശത്തെ തുടർന്ന് CIക്കാണ് പരാതി നൽകിയത്. 300ഓളം കുട്ടികളാണ് കോളേജ് അധികൃതർക്കെതിരെ പോലീസിൽ പരാതി നൽകിയത്. ചാനൽ 10 ന്യൂസ് ഫോളോ അപ്പ്. പെരിന്തൽമണ്ണ അങ്ങാടിപ്പുറത്ത് പ്രവർത്തിച്ചിരുന്ന മിനർവ പാരാമെഡിക്കൽ കോളേജിനെതിരെയാണ് വ്യാജ സർട്ടിഫിക്കറ്റ് നൽകിയെന്നാരോപിച്ച് കുട്ടികളും രക്ഷിതാക്കളും രംഗത്തെത്തിയത്. അംഗീകാരമില്ലാത്ത സർട്ടിഫിക്കറ്റുകൾ തുടർ പഠനത്തിനും ജോലിക്കും ഉപയോഗിക്കാനാവാതെ വന്നതോടെയാണ് കുട്ടികൾ കോളേജ് അധികൃതരെ ഉപരോധിച്ചത്. പ്രശ്നം സംഘർഷത്തിലേക്ക് നീങ്ങിയതോടെ പോലീസെത്തിയാണ് അനിഷ്ടങ്ങൾ ഒഴിവാക്കിയത്. കുട്ടികളുടെ ഭാവി തുലാസിലാവുന്ന ഗൗരവമുള്ള വിഷയമെന്ന നിലയിൽ സംഭവം ആദ്യമായി വാർത്ത നൽകിയ ചാനൽ 10 ആണ് ഇക്കാര്യം പൊതുസമൂഹത്തെ അറിയിച്ചത്. കോളേജിൻ്റെ മറ്റു ബ്രാഞ്ചുകളിലും വിദ്യാർത്ഥികളുടെ പ്രതിഷേധമുയർന്നതോടെ അങ്ങാടിപ്പുറം ബ്രാഞ്ചിൻ്റെ പ്രവർത്തനം നിർത്തിവച്ചിരിക്കുകയാണ്. വിദ്യാർത്ഥികൾ കോഴ്സുകൾക്ക് നൽകിയ പണം തിരിച്ചു നൽകാമെന്ന് അറിയിച്ചതോടെയാണ് പ്രതിഷേധം താൽക്കാലികമായി കെട്ടടങ്ങിയത്. തുടർന്ന് ചൊവ്വാഴ്ച രാവിലെ കോളേജ് മാനേജ്മെൻറ്റിനെതിരെ നടപടി വേണമെന്നാവശ്യപ്പെട്ട് കുട്ടികളും രക്ഷിതാക്കളും പരാതിയുമായി പെരിന്തൽമണ്ണ ഡിവൈഎസ്പി ഓഫീസിലെത്തി. ഡിവൈഎസ്പിയുടെ നിർദ്ദേശപ്രകാരം CIക്കാണ് പരാതികൾ നൽകിയത്. 300ഓളം കുട്ടികളാണ് സ്ഥാപനത്തിനെതിരെ പരാതി നൽകിയത്. മിനർവ അക്കാദമിയിൽ പഠിക്കുന്ന സ്റ്റുഡൻസാണ്. MLT ECG ഫസ്റ്റ് ഇയർ സ്റ്റുഡൻ്റാണ്. ഞങ്ങൾക്ക് 2 ദിവസം മുന്നേ ഒരു ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു, അവിടെ സർട്ടിഫിക്കറ്റ് ഫേക്കാണെന്ന് പറഞ്ഞിട്ട്. ഞങ്ങൾ അതിനെപ്പറ്റി ക്വസ്റ്റ്യൻ ചെയ്തു, ഓഫീസിലൊക്കെ ചോദിച്ചു. അപ്പോൾ അവിടുത്തെ സാറുമാർ ഞങ്ങൾക്ക് ഒരു പ്രോപ്പറായിട്ടുള്ള റിപ്ലൈ തന്നില്ല. ഇങ്ങനെ ചിരിച്ചും കളിച്ചും ഓരോന്ന് പറയുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ഒരു മറുപടി തരാത്തതുകൊണ്ട് ഞങ്ങൾ നേരെ സ്റ്റേഷനിൽ പോയി. അവിടെ ഒന്നും വലിയ കാര്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ MLA ഓഫീസ് പോയി. ഞങ്ങൾ സാറിന് ഓഫീസിൽ വിളിപ്പിച്ചു. പറഞ്ഞു പോലെ ഇങ്ങോട്ട് വിട്, ഞങ്ങൾ മറുപടി പറഞ്ഞു കൊടുക്കാമെന്നാണ് പറഞ്ഞത്. എന്നിട്ട് ഞങ്ങൾ പിറ്റേ ദിവസം വീണ്ടും ചെന്നു. അവിടുത്തെ തൃശ്ശൂരാണ് ഇതിൻ്റെ ഹെഡ് ഓഫീസ്. അവിടുത്തെ മാനേജ്മെൻറ്റ് കാര്യങ്ങൾ വന്നില്ല. ഞങ്ങൾ വന്നിട്ടേ പോകുള്ളൂ പറഞ്ഞ പോലെ അവിടുന്ന് വന്നു. എന്നിട്ട് ഞങ്ങൾക്ക് ഓലനെ ഫേക്കാണെന്ന് ഓലനെ കാണിച്ചിരുന്ന പോലെ ഞങ്ങൾ ക്വസ്റ്റ്യങ്ങൾക്ക് ഒന്നും മറുപടി ഒരു തന്നില്ല. പിന്നെ ഡിവൈഎസ്പി ഓഫീസിൽ പോയപ്പോൾ അവർ പറഞ്ഞു അവിടെ കൊടുക്കണ്ട, ഇവിടെ വന്ന് കംപ്ലയിൻറ്റ് ചെയ്താൽ മതി എന്നുള്ളത്. അതാണ് ഉണ്ടായത്. ഏകദേശം നിങ്ങൾ എത്ര കുട്ടികളാണ് ഈ പരാതി കൊടുക്കാനായിട്ട് എത്തിയിരിക്കുന്നത്? ഞങ്ങളിപ്പോൾ 300ഓളം കുട്ടികളവിടെ പഠിക്കുന്നുണ്ട് ഇപ്പോൾ നിലവിൽ. പിന്നെ പഠിച്ചിറങ്ങിയവരുണ്ട്. അതുപോലെ തന്നെ ഇതിനു മുൻപ് പഠിച്ച ഒത്തിരി കുട്ടികളും കംപ്ലയിൻറ്റ് കൊടുക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. അതുപോലെ ട്രെയിനിങ് ചെയ്തുകൊണ്ടിരിക്കുന്നവർ, ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർ, അങ്ങനെ ഒത്തിരി കുട്ടികളുണ്ട്. 300+ കുട്ടികൾ ഞങ്ങൾ ഇപ്പം തന്നെ കംപ്ലയിൻറ്റ് കൊടുക്കാൻ വന്നിട്ടുണ്ട്. കുട്ടികളുടെ ഭാവി അനിശ്ചിതത്വത്തിലാക്കുന്ന ഇത്തരം സ്ഥാപനങ്ങൾ അംഗീകാരമുണ്ടെന്ന് വിശ്വസിപ്പിച്ചും മോഹന വാഗ്ദാനങ്ങൾ നൽകിയുമാണ് തടിച്ചു കൊടുക്കുന്നത്. പണം തിരിച്ചു കിട്ടിയാലും നഷ്ടപ്പെട്ട സമയം തിരിച്ചു കിട്ടില്ലെന്ന സങ്കടം കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും മുഖങ്ങളിൽ തെളിഞ്ഞു കാണാമായിരുന്നു. സ്ഥാപനത്തിനെതിരെ കർശന നടപടിയെടുക്കണമെന്നാണ് വിദ്യാർത്ഥികളുടെ ആവശ്യം. ഇക്കാര്യത്തിൽ MLA ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളുടെയും പൊതുപ്രവർത്തകരുടെയും വിദ്യാർത്ഥി സംഘടനകളുടെയും ഇടപെടലുണ്ടാവുമെന്ന പ്രതീക്ഷയിലാണ് രക്ഷിതാക്കൾ. ചാനൽ 10 പെരിന്തൽമണ്ണ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഷോറൂമുകളിൽ ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ച് ഓഫറുകൾ. പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിയെടുക്കാം അത്യാകർഷകമായ ഓഫറുകളിൽ. കൂടാതെ 5% മുതൽ അഡ്വാൻസ് ബുക്കിംഗ് സ്കീമുകൾ. വെഡിംഗ് പർച്ചേസുകൾക്ക് സ്പെഷ്യൽ ഓഫറുകൾ. 18 കാരറ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ വൈവിധ്യങ്ങൾ. ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% സ്പെഷ്യൽ ഡിസ്കൗണ്ടുകൾ. ഒപ്പം 0% പണിക്കൂലിയിൽ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ മന്ത്ലി ഗോൾഡ് സേവിംഗ് സ്കീമുകളും. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പ്രൈഡ് ഓഫ് ജനറേഷൻസ്. ബൈപ്പാസ് റോഡ്, പെരിന്തൽമണ്ണ.